രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 മെയ് 27 അഥവാ ഇടവമാസം 13 ബുധനാഴ്ച ശുക്ലപക്ഷ ഏകാദശിയായ പത്മിനി ഏകാദശി അഥവാ കമല ഏകാദശിയാണല്ലോ. ചില സ്ഥലങ്ങളിൽ ഈ ഏകാദശിയെ ത്രിവിക്രമ പത്മിനി ഏകാദശി എന്ന പേരിലും പറയപ്പെടുന്നു. 3 വർഷം കൂടുമ്പോൾ അധിക മാസത്തിൽ വരുന്ന ഏകാദശി ആയതുകൊണ്ട് ഈ ഏകാദശിയെ പുരുഷോത്തമ ഏകാദശി എന്നുകൂടി പേരുണ്ട്. നമുക്ക് ഈ പുരുഷോത്തമ ഏകാദശിയെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ. നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം ഗരവിരാജിത ശംഖുചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശ്യമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവരുമുടൻ ബോധലേ ജാതനായി ശർമ്മം സർവർക്കുമേകും സരസിജനയനൻ വാതകേഹാദിനാഥൻ. ഈ മണ്ണിൽ ഭക്തിമാർഗം കനിവൊടരുളുവൻ വാഴകുന്നത്തു സാക്ഷാൽ ധർമ്മജ്ഞൻ വാസുദേവ ദിജഗുരുവരനായി വന്നു ശോഭിപ്പുവാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. 2026 മെയ് 27 അഥവാ ഇടവം 13 ബുധനാഴ്ച ശുക്ലപക്ഷ ഏകാദശിയായ പത്മിനി ഏകാദശി അഥവാ കമല ഏകാദശി, പുരുഷോത്തമ ഏകാദശി എന്നൊക്കെ പറയപ്പെടുന്നു. പുരുഷോത്തമ ഏകാദശി എന്ന് അറിയപ്പെടാൻ കാരണം, അതായത് സൂര്യന്റെ രാശിമാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൗര കലണ്ടർ, അതായത് മലയാള കലണ്ടർ, ഇതിലെ ഒരു വർഷം 365 ദിവസം ഉള്ളതായി നമ്മൾ കണക്കാക്കപ്പെടും. ഹിന്ദുമത ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ചന്ദ്രസഞ്ചാരത്തെ അഥവാ ചന്ദ്ര കലണ്ടർ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുന്നു. അപ്പോൾ ചന്ദ്രവർഷത്തില് 354 ദിവസങ്ങളാണ് ഉള്ളത്. അതായത് 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ ഇതിനെ അധിക മാസം അഥവാ ഈ മാസത്തെ പുരുഷോത്തമ മാസം എന്ന് അറിയപ്പെടുന്നു. 2023 ഇതുപോലെ ഒരു ഏകാദശി നമുക്ക് പുരുഷോത്തമ ഏകാദശിയായിട്ട് വന്നത്. അപ്പോൾ 3 വർഷത്തിന് ശേഷം ഇതാ 2026 വീണ്ടും മെയ് 27 നമുക്ക് ബുധനാഴ്ച പുരുഷോത്തമ ഏകാദശി. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ വരുന്ന ഏകാദശി ആയതുകൊണ്ട് അതിന് വളരെയധികം പ്രാധാന്യം പുരാണങ്ങളിൽ പറയപ്പെടുന്നു. ഉത്തരേന്ത്യയിലൊക്കെ വൈഷ്ണവര പുരുഷോത്തമ മാസം നാമജപവും പ്രധാനുഷ്ഠാനങ്ങളും സത്സംഗവും ഒക്കെ ആയിട്ട് കഴിച്ചു കൊടുക്കും. നമുക്ക് കർക്കിടക മാസം എങ്ങനെയാണോ അതുപോലെയാണ് ഉത്തരേന്ത്യയിലെ വൈഷ്ണവര് ഈ മാസത്തെ ആഘോഷിക്കും. നമ്മൾ കർക്കിടക മാസം രാമായണ മാസമായിട്ട് രാമായണം വായിച്ചും നാമം ജപിച്ചും ഒക്കെ കഴിയുന്നത് പോലെ അവരും ഗൃഹപ്രവേശമോ അല്ലെ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളോ ഒന്നും ഈ പുരുഷോത്തമ മാസത്തിൽ നടത്താറില്ല. കഴിയുന്നത്ര പ്രധാനുഷ്ഠാനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമാണ് ഈ പുരുഷോത്തമ മാസം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 മെയ് 26 വെളുപ്പിനെ 5:10 ഏകാദശി തിഥി ആരംഭിച്ച് മെയ് 27 6:21 വരെയാണ് ഏകാദശി തിഥി ഉള്ളത് രാവിലെ. അപ്പോൾ ഏകാദശിയും ദ്വാദശിയും ചേർന്ന് മഹാദ്വാദശിയാണ് 27 ഹരിവാസര സമയം 27 വെളുപ്പിന് 2:36 ആരംഭിച്ച് 27 ഉച്ചയ്ക്ക് 12:46 വരെയാണ് ഏകാദശിയുടെ ഹരിവാസര സമയം. വളരെ പ്രാധാന്യം. ലക്ഷ്മി ദേവിയും ഭഗവാനും കൂടെ ഭൂമിയിൽ കൂടുതൽ പ്രകടമാകുന്ന സമയത്ത് കഴിയുന്നത്ര ഈശ്വര ചിന്തയോടുകൂടി പുരുഷോത്തമമായ നമ, നാരായണായ നമ തുടങ്ങിയതായ ഭഗവാന്റെ നാമങ്ങളും ജപിച്ച ഈശ്വര ചിന്തയിലിരുന്ന് വളരെ ശ്രേഷ്ഠമാണ്. പിന്നെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണ് പാരണാ സമയം. അത് 28 വ്യാഴാഴ്ച രാവിലെ 6:02 ആരംഭിച്ച് 7:56 വരെയാണ് പാരണ വിടാനുള്ള സമയം. സാധാരണ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന തുളസി തീർത്ഥത്തിനോടൊപ്പം അല്പം മലരോ അവലോ ഉണക്കലരിയോ ഒക്കെ ഇട്ട്
വീട്ടിൽ വെച്ച് തന്നെ തീർത്ഥമുണ്ടാക്കി അല്ലേ? മന്ത്രജപത്തെ എന്താണ് ഓരോ ഒരു വെള്ളം തീർത്ഥമാകുന്നത് എപ്പോഴാണ്? മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ തരംഗങ്ങൾ ജലത്തിലൂടെ സ്പർശിക്കുമ്പോൾ അതൊരു ഔഷധമായിട്ട് മാറുന്നു. അങ്ങനെ പാരണ വീടാൻ സാധിക്കും. അത് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കാവുന്നതാണ്. അങ്ങനെ പാരണ വീടുന്നതിനോടൊപ്പം നമ്മൾ വ്രതകഥ കേൾക്കുക, വായിക്കുക, പഠിക്കുക, താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പത്മപുരാണത്തിൽ പറയുന്ന ഒരു കഥ നമുക്ക് സ്മരിക്കാം. യുധിഷ്ഠിര മഹാരാജാവ് ഒരു ദിവസം ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, വ്രതങ്ങൾക്ക് ആയിട്ട് സർവ്വപാപജ്ഞവും ഫലപ്രദവുമായി ഉത്തമമായ എനിക്കിന്ന് വിഷ്ണുവ്രതം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ, അതുകൊണ്ട് എന്താ ചോദിച്ചത്? പുരുഷോത്തമ മാസത്തിൻ്റെ വിധി എന്താണ്? അല്ലെ ഫലം എന്താണ്? പുരുഷോത്തമ മാസത്തിൻ്റെ ദേവത ആരാണ്? അധികമാസം വന്നാൽ ഏത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത്? ഈ വ്രതത്തിൽ ഏത് ദാനമാണ് ചെയ്യേണ്ടത്? അതിൻ്റെ പുണ്യം എന്താണ്? സ്നാനം ചെയ്യുന്നത് എങ്ങനെ? ജപം എങ്ങനെയാണ്? പൂജ എങ്ങനെയാണ്? എന്നൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു, മാസത്തിൻ്റെ പാപനാശകമായ മാഹാത്മ്യം ഞാൻ പറഞ്ഞു തരാം. അതായത് അതിമാസത്തിലെ ഏകാദശി കമല ഏകാദശി എന്നറിയപ്പെടുന്നു. തിഥികളിൽ വെച്ച് ഉത്കൃഷ്ടമാണ് ഈ ഏകാദശി തിഥി. അത് നോറ്റാൽ കമലാദേവി കനിഞ്ഞരുളും എന്ന് പറഞ്ഞു. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പുരുഷോത്തമനെ സ്മരിച്ച് യഥാവിധി സ്നാനം കഴിച്ച് വ്രതം അനുഷ്ഠിക്കണം. ജപം ഗൃഹത്തിൽ വെച്ച്, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വെച്ചായാൽ ഫലം ഒരിരട്ടിയാണ് ലഭിക്കുക. നദിയിൽ വെച്ചായാൽ 2 ഇരട്ടി ഫലം കിട്ടും. ഗോശാലയിൽ വെച്ചായാൽ 1000 ഇരട്ടി. അഗ്നിശാലയിൽ, ശിവക്ഷേത്രത്തിലൊക്കെ അതുപോലെ ഗംഗ പോലെ ഗംഗ, യമുന അല്ലേ, ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധു, കാവേരി, ഇനിയും അതല്ല ഇപ്പം എത്രയെത്ര തീർത്ഥങ്ങളുണ്ട്. ആ തീർത്ഥങ്ങളിലൊക്കെ ചെയ്താൽ എല്ലാ ദേവതാ സന്നിധിയിലും വെച്ചായാൽ 1100 ഇരട്ടി ഫലം കിട്ടുമെന്ന്. അതുപോലെ തുളസി, ഏത് കൊച്ചു വീട്ടിലായാലും നമ്മൾ തുളസി നട്ടു വളർത്തും അല്ലേ? ആ തുളസിയുടെ അടുത്ത് വെച്ചാൽ ജപിച്ചാൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് ഈ വ്രതം അനുഷ്ഠിച്ചാൽ 1,00,000 ഇരട്ടി ഫലം. വിഷ്ണു സന്നിധിയിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം ഒക്കെ ആയാൽ അതിന് എത്രയാണ് ഇതിൻ്റെ പുണ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര അനന്ത ഫലമാണ് ഈ പുരുഷോത്തമ മാസ ഏകാദശി ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചാൽ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അവന്തി രാജ്യം അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം അവന്തി രാജ്യം എവിടെയാണ്? സന്ദീപനി മുനിയുടെ ആശ്രമം ഇന്ന് നമ്മൾ ചെന്നാൽ കാണാം. ആ സന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഭഗവാനും ശ്രീകൃഷ്ണ പരമാത്മാവും അതുപോലെ സുധാമാവും ബലരാമേട്ടനും ഒക്കെ ആയിട്ട് വിദ്യാഭ്യസിച്ച ഗുരുകുല വിദ്യാഭ്യാസം നടന്ന പുണ്യസ്ഥലം ഇന്നും അവിടെ എത്ര പവിത്രമാക്കി വെച്ചിരിക്കുന്നത് കണ്ണിന് ഗോചരമായിട്ട് കാണാൻ സാധിക്കും. പോയിട്ടുള്ളവർ മനസ്സുകൊണ്ട് സ്മരിക്കുക. പോകാൻ പറ്റാത്തവർക്ക് നിരന്തരമായ സ്മരണയിലൂടെ ഭഗവാൻ ശരീരം അവിടെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ആ അവന്തി രാജ്യത്ത് ശിവശർമാവ് എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇളയ പുത്രൻ അല്പം അധർമ്മി അഥവാ ദുർവൃത്തനായിട്ട് ഉള്ള ഒരു പ്രവർത്തനത്തിലായിരുന്നു അവന് താല്പര്യം. അങ്ങനെ അവൻ വളരെ അധാർമികമായ പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാതാപിതാക്കളും ബന്ധുജനങ്ങളും എല്ലാം അവനെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ വളരെയധികം സങ്കടപ്പെട്ടവന് കാട്ടിൽ പോയി അങ്ങനെ ആരുമില്ല അനാഥനായിട്ട് കഴിയുന്നു. കുറച്ച് ദിവസം അങ്ങനെ അവന് കഴിഞ്ഞപ്പോൾ, അല്ലേ, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു, ഏട്ടന്മാരൊക്കെ നല്ല രീതിയിൽ, ഞാൻ മാത്രം ദുഷ്ടനായി പോയത് കൊണ്ടല്ലേ എന്നൊക്കെയുള്ള പശ്ചാത്താപം കൊണ്ട്, അല്ലേ, കുറച്ചൊക്കെ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവരവർ തന്നെ ബോധവാന്മാരാകുമ്പോൾ, അല്ലേ, ബോധവതികളാകുമ്പോൾ അതിന് ഒരു പ്രായശ്ചിത്തം, അല്ലേ, പശ്ചാത്താപം വളരെ ഒരു നല്ല കാര്യമാണ്. ഏതായാലും കുറച്ച് ദിവസങ്ങൾ അങ്ങനെ താൻ തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ അനാഥനായതെന്നുള്ള ഒരു കുറ്റബോധം ഉള്ളിൽ തോന്നി. അങ്ങനെ കുറച്ച് ദിവസത്തെ ആ ചിന്തകളുടെ ഫലമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിലെ പുണ്യഫലം കൊണ്ടാവാം. ഒരിറ്റു പുണ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതാം. ഏതായാലും നടന്ന് അവൻ എത്തിച്ചേർന്നത് ഒരു ത്രിവേണി സംഗമത്തിലാണ്. ആ ത്രിവേണി സംഗമത്തിൽ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ആഹാരം കഴിക്കാതെ ദിവസങ്ങളായി, വിശപ്പ്, ദാഹം ഒക്കെ സഹിക്കവയ്യാതെ ക്ഷീണിച്ച അവശനായി. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കുടിക്കാം, ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആവും. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും നമ്മൾ തലയിൽ ധാരാളം വെള്ളം ഒഴിച്ച്, അല്ലേ, മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ക്ഷീണത്തിനൊരു ആശ്വാസം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ജയശർമാവ് വെള്ളത്തിൽ ആ ത്രിവേണി സംഗമത്തിൽ പുണ്യതീർത്ഥത്തിൽ ഇറങ്ങി.
അപ്പോൾ ആ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ തോന്നിയത് തന്നെ, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പോലും സാധിച്ചത് ഏതോ ജന്മത്തിലെ ഒരു പുണ്യത്തിൻ്റെ തുള്ളി ഉറ്റുണ്ടായിരുന്നത് കൊണ്ടാവാം, അല്ലെ ആവണം. ഏതായാലും വെള്ളമൊക്കെ കാലും മുഖവും കഴുകി അല്പം വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം നന്നായിട്ട് 8, 10 മുങ്ങി കുളിച്ചു. കുളിച്ച് നിവർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെയോ തന്നിൽ നിന്ന് കുറച്ചു പാപങ്ങൾ പോയതായിട്ട് അനുഭവപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം അങ്ങനെ ഇറങ്ങി നടന്നു. അങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ചില ആശ്രമങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരാശ്രമത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നതാണ്. ഹരിമിത്ര മഹർഷി എന്ന് പറഞ്ഞതായ മഹർഷിയുടെ പുണ്യാശ്രമത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇടവമാസം ശുക്ലപക്ഷം ആ പുരുഷോത്തമ ഏകാദശി അനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ട് ആ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ഒരുപാട് സജ്ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാത്മാക്കളായ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ, നാമജപങ്ങൾ, സത്സംഗങ്ങൾ, അവിടെ പൂജകൾ, ആരാധനകൾ ഒക്കെ നടക്കുന്ന ഒരു നല്ല പോസിറ്റീവ് എനർജി അന്തരീക്ഷം. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ഷീണമായിട്ട് അല്ലെ മനസ്സിന് ദുഃഖമായിട്ടൊക്കെ ഇരുന്ന സജ്ജന സംസർഗവും നാമജപങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെ എത്രമാത്രം പോസിറ്റീവ് എനർജിയിലേക്ക് ഉയർത്തും. നമ്മുടെ ഉള്ളിലെ അന്തര്യാമിയായ ഭഗവാൻ നമ്മളെ ഉയർത്തിയെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആ, പ്രതിഫലനം പോലെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷവും ശാന്തിയും സമാധാനവും അവിടെ അനുഭവപ്പെട്ടു. അപ്പോൾ ഒരു മഹാത്മാവിൻ്റെ പ്രഭാഷണത്തിലൂടെ ഇന്ന് പുരുഷോത്തമ ഏകാദശിയാണ് എന്നും ഇത് അനുഷ്ഠിച്ചാലുള്ള മഹത്വത്തെക്കുറിച്ചും ഭുക്തിയും മുക്തിയും ഒക്കെ പറഞ്ഞു. ഈ കപല ഏകാദശി അഥവാ പുരുഷോത്തമ ഏകാദശി അനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആശ്രമത്തിൽ തന്നെ അന്ന് കഴിച്ചുകൂട്ടി വ്രതങ്ങളൊക്കെ വേണ്ടവണ്ണം ആ പ്രഭാഷണത്തിലൂടെ മഹാത്മാവ് പറഞ്ഞ രീതിയിലൊക്കെ അനുഷ്ഠിച്ചു. അങ്ങനെ കഴിഞ്ഞു. ഇതാ അർദ്ധരാത്രിയായി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. "ഏ ബ്രാഹ്മണ, കമലാപ്രഭാവത്താൽ ഭവാന് ഞാൻ വരം നൽകാൻ പോകുന്നു" എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രാഹ്മണൻ ചോദിച്ചു, ഭവതി ആരാണ്? എന്നിൽ പ്രസാദിക്കാൻ എന്താണ് കാരണം? ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തത് കൊണ്ടല്ലേ മാതാപിതാക്കൾ എന്നെ പുറത്താക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, അങ്ങ് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ അങ്ങ് ത്രിവേണി സംഗമത്തിൽ എത്തിച്ചേർന്നു. ആ ജലം കുടിച്ചു, അതിൽ സ്നാനം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ദാ ഈ ആശ്രമത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു. സജ്ജനങ്ങളുടെ മുഖാരവിന്ദത്തിൽ നിന്നൊഴിയതായ അമൃതവചനങ്ങൾ അല്ലേ, അതായത് ഭാഗവതത്തിലെ ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും പൊന്നു ഗുരുവായൂരപ്പൻ്റെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകിയതാണ്. എന്നാൽ ചിലതൊക്കെ ഭഗവാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയും. ആവർത്തിക്കുന്നതിന് വളരെയധികം മാഹാത്മ്യമുണ്ട് അല്ലേ. തുലയാമലവേനാഭി ന സ്വർഗം നാപുനഃഭവം ഭഗവൽ സംഖ്യസംഘസ്യ മർത്യാനാം കിമിതാശിഷ അല്ലേ. ചക്രവർത്തി പദത്തിനെക്കാട്ടിലോ അല്ലെങ്കിൽ അണിമാതി സിദ്ധികളെക്കാട്ടിലോ എത്രയോ ശ്രേഷ്ഠമാണ് സജ്ജന സംസർഗം. കുറച്ചു നേരമാണെങ്കിലും സജ്ജനങ്ങളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ വിഗ്രഹങ്ങളൊക്കെ എത്രയോ കാലത്തെ പൂജകൾ അഭിഷേകാദികൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നു. സജ്ജനങ്ങളെ നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലേ, സജ്ജനങ്ങളുടെ അടുത്ത് ചെന്ന് ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുമ്പോൾ അവർ നമ്മളിലേക്കൊരു ദൃഷ്ടി പായിക്കുമ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മുടെ പാപവാസനകൾ നശിക്കുന്നു, നമ്മുടെ പുണ്യം വർദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെ അങ്ങ് ആശ്രമത്തിൽ വരികയും ആ സത്സംഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അങ്ങേക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ മഹിമ മനസ്സിലാക്കി അങ്ങ് നിഷ്ഠയോടുകൂടി നാമം ജപിച്ച് വ്രതമനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ഇതാ ഞാൻ വൈകുണ്ഠത്തിൽ നിന്ന് ദേവദേവനാൽ മഹാവിഷ്ണു എന്നെ അയച്ചതാണ്. എൻ്റെ പേരാണ് കമല എന്ന്. പുരുഷോമാസത്തിലെ കമല എന്ന കൃഷ്ണ ഏകാദശി ഭഗവാൻ നോറ്റതുകൊണ്ട് വരം നൽകാൻ വന്ന കമലയാണ് ഞാൻ. കമലാപ്രഭാവത്താൽ ഭഗവാനും ബ്രാഹ്മണരുമെല്ലാം എൻ്റെ അനുഗ്രഹം ലഭിക്കും എന്ന്, അല്ലെങ്കിൽ എൻ്റെ പ്രസാദം ലഭിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉണ്ണി ബ്രാഹ്മണൻ പറഞ്ഞു, ജയശർമാവ് പറഞ്ഞു, എന്നാ ദേവി ലോക നന്മയ്ക്കായി എല്ലാവരും ഈ ഇടവമാസ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ പുരുഷോത്തമ ഏകാദശിയുടെ മഹത്വം അറിഞ്ഞ് എല്ലാവരും ആ വ്രതം അനുഷ്ഠിക്കട്ടെ. അപ്പോൾ ലോക നന്മയ്ക്കായി അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ്റെ നിർദ്ദേശപ്രകാരം ആ വൈകുണ്ഠത്തിൽ നിന്ന് വന്ന കമലാദേവി വിസ്തരിച്ചു പറഞ്ഞു. ശ്രോതാക്കൾക്ക് പരമശ്രാവ്യവും വിശുദ്ധങ്ങളിൽ വെച്ച് വിശുദ്ധവും ദുസ്വപ്നനാശകവും പുണ്യവുമായിട്ടുള്ള ഈ വ്രതത്തെപ്പറ്റി പറയാം. ഇതിൻ്റെ ഒരു ശ്ലോകമോ പകുതി ശ്ലോകമോ ശ്രദ്ധയോടെ കേട്ടാൽ അനേക കോടി പാപങ്ങളിൽ നിന്ന് നിർമുക്തനാകും. പക്ഷികളിൽ എങ്ങനെയാണോ ഗരുഡൻ
അതുപോലെ മാസങ്ങളിൽ ഉത്തമമാകുന്നു പുരുഷോത്തമ മാസം. നദികളിൽ ഗംഗയെന്നതുപോലെ തിഥികളിൽ വിശിഷ്ടമാകുന്നു ഏകാദശി, ദ്വാദശി തിഥികള് എന്ന് ദേവന്മാരെല്ലാം എത്രയോ ദേവന്മാരെ പുണ്യം ചെയ്ത് പുണ്യം ചെയ്ത് മഹത്വങ്ങളാവുമ്പോഴാണല്ലോ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത്. സ്വർഗത്തില് ഒക്കെ കുറേ നാള് ചെയ്ത് കഴിയുമ്പോൾ പുണ്യം തീരും. പുണ്യമൊക്കെ തീർന്നു കഴിഞ്ഞാൽ അല്പം പുണ്യം ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭാരത പുണ്യഭൂമിയില് മനുഷ്യനായിട്ട് കലിയുഗത്തിലൊരു ജന്മം എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവര് ഇവിടെ മനുഷ്യരായി വന്ന് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണുവിനെ ഭക്തിപൂർവ്വം അർച്ചിക്കുന്നവരെ ബ്രഹ്മാദിദേവന്മാര് കൂടി പൂജിക്കും എന്നൊക്കെ കമലാദേവി ഒരു പ്രഭാഷണ രൂപത്തിൽ ആ ബ്രാഹ്മണനെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ കമലാദേവി ഈ ശിവശർമാവിന് വരവും കൊടുത്ത് ഏകാദശിയുടെ മഹത്വത്തെയും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതാ അവിടെ നിന്നും അന്തർധാനം ചെയ്യുന്നു. ജയശർമാവ് വളരെ ധന്യനായി ഇതാ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിച്ചേരുന്നു. അച്ഛനാണെങ്കിലോ ഇപ്പോൾ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ കമലാവ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ഹരിവാസരത്തിൽ വേണ്ട വിധം ആൾ കേൾക്കുകയും ചെയ്യുന്നവന് പുണ്യം ലഭിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി തൻ്റെ മകനെ എല്ലാ പാപങ്ങളും നിശേഷം നശിപ്പിച്ചിട്ടാണ് തൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കി അച്ഛൻ ആ ഉണ്ണിയെ സന്തോഷത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പം ഏത് തരത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണവും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു. അതുപോലെ തന്നെ പറയുന്ന ഒരു കഥയാണ് ത്രേതായുഗത്തിൽ രാവണനെ പോലും തടവിലാക്കിയ ആളാണ് ആര്? കാർത്തവീര്യാർജുനൻ. കാർത്തവീര്യാർജുനൻ ലഭിക്കാനായി കാർത്തവീര്യാർജുനൻ്റെ അച്ഛനായ ഉപകീർത്യവര്യനും അതുപോലെ ഹരിചന്ദ്രൻ്റെ മകളായ പ്രമദ ആയിരുന്നു അമ്മ. അവര് ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെയാണ് കാർത്തവീര്യാർജുനൻ ലഭിച്ചത് എന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്നതും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അപ്പോൾ ഏത് ആഗ്രഹത്തോടുകൂടിയും ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ ആഗ്രഹം സാധിച്ചു തരുന്ന പുരുഷോത്തമ ഏകാദശി എല്ലാ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അവരവരുടെ ആരോഗ്യത്തിനും പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അനുഷ്ഠിച്ച് എല്ലാവർക്കും ഈ ഇടവമാസ ശുക്ലപക്ഷ ഏകാദശിയുടെ അല്ലെങ്കിൽ പുരുഷോത്തമ ഏകാദശിയുടെ കമല ഏകാദശിയുടെ ആ ഫലം ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വാക്കുകളും കുഞ്ഞു ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിയ സ്വഭാവാത് കരോമേദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ